രണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ പണം വെളുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഭണ്ണാരം കിട്ടുകയും തുടർന്ന് അമ്പലം ആയി മാറുകയും ചെയ്യുന്നു ഒരു കഥയൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. പുച്ഛം തോന്നുന്നു. കേരളത്തിൽ കൂണ് പോലെ പൊട്ടിമുളയ്ക്കുന്ന ഇതര മത ആരാധനാലയം, പണം വെളുപ്പിക്കൽ, കള്ളക്കടത്ത്, ഇതൊന്നും ചർച്ച ചെയ്യാനുള്ള നട്ടെല്ലില്ലായ്മയാണ് ക്ഷേത്രത്തിൻ്റെ പുറകിൽ വരുന്നത്. പിന്നെ രണ്ട് മുന്നണികൾക്കിടയിൽ കിടന്ന് കേരളം വീർപ്പ് മുട്ടുന്ന അവസ്ഥയ്ക്കൊരു മാറ്റം വരണം. വാളയാർ ചുരം കിടന്നാൽ അവർ ഒറ്റക്കെട്ട ഇന്ത്യ മുന്നണിയാണ്. ആ ഇന്ത്യ മുന്നണി തന്നെയാണ് അവർ പിടിക്കുന്നത്. അസംബ്ലി ഇടതുപക്ഷത്തിന് കൊടുക്കുകയും പാർലമെൻറ്റ് കോൺഗ്രസ്സിന് കൊടുക്കുകയും ചെയ്യുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അവർ തമ്മിലുണ്ട്. ഈ UDF അധികാരത്തിൽ വരണത് ഇവിടുത്തെ മതപരമായ ചില സമവാക്യങ്ങളെ തെറ്റിക്കുമോ എന്ന് ന്യായമായും ഭയക്കും. പക്ഷെ കിട്ടുമെന്നായിട്ടില്ല. ഭൂരിപക്ഷം കിട്ടുമെന്നാവണേൻ്റെ പറഞ്ഞാൽ ലീഗ് അറിയാതെ പേഴ്സണൽ സ്റ്റാഫിനെ വെക്കരുത്. അപ്പോൾ ആ കാര്യങ്ങളിൽ വരെ നിയന്ത്രണം പാണക്കാടായിരിക്കും. BJP അല്ലെങ്കിൽ NDA സഖ്യത്തിന് വളരെ സീറ്റ് കിട്ടുകയോ അല്ലെങ്കിൽ ഒരു 3-4 ടൈം കഴിയുമ്പോഴത്തേനും കേരളം ഭരിക്കുന്ന രീതിയിലേക്ക് വന്നാൽ വർഗീയത കേരളത്തിൽ വർദ്ധിക്കും. ഏതെങ്കിലും ആനുകൂല്യം മുസ്ലിമിന് നിഷേധിച്ചിട്ടുണ്ട്? ഭരണം കൊണ്ട് എവിടെയാണ് അവർക്ക് അവരുടെ ആരാധനാലയങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട്? ഇത്തവണത്തെ ഇലക്ഷനിൽ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ, ഇപ്പോൾ ബിഗ് ബോസ് താരങ്ങൾ അല്ലെങ്കിൽ മറ്റ് സിനിമാ താരങ്ങളൊക്കെ NDAയുടെ ഭാഗമായിട്ട് വന്നിരുന്നു. അത്തരത്തിലുള്ള ഒരു മാറ്റം NDAക്ക് കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടാവും? ഇന്ത്യൻ രാഷ്ട്രീയം എന്താണെന്നറിയാത്ത രാജീവ് ഗാന്ധി, വിമാനം പറത്തി നടന്നിരുന്ന രാജീവ് ഗാന്ധി, സ്ഥാനാർത്ഥികൾ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണ് ആവണത്. കേരളത്തിൽ പലരും പറഞ്ഞ സ്ഥാനാർത്ഥിയാകാൻ അങ്ങോട്ട് പൈസ കൊടുത്തു എന്നുള്ളതാണ് പലരും പറയുന്നത്. ഗുരുവായൂർ പോലൊരു മഹാക്ഷേത്രമുള്ള സ്ഥലമാണുള്ളത് അല്ലേ. പിന്നെ എന്ത് മതേതരത്വം എന്നായി പറയുന്നത്? നമ്മൾ സ്ഥിരമായിട്ട് ഹിന്ദുക്കളെ നിർത്തണം എന്നല്ല പറയണത്. ഗുരുവായൂർ മണ്ഡലത്തിലെ ഏറ്റവും വരുമാനമുള്ളൊരു സ്ഥലം, ഒരു ഇനി ബിസിനസ് സ്ഥാപനമായിട്ട് എടുത്താൽ അത് ഗുരുവായൂരല്ലേ, ഗുരുവായൂർ ക്ഷേത്രമല്ലേ. അപ്പോൾ ഇടയ്ക്കെങ്കിലും അവിടെ കയറുന്നൊരു MLA എന്നുള്ളത് അത്ര മോശമായ ഒരു കാര്യമല്ലല്ലോ. പിന്നെ പാമ്പ് എന്ന് വിളിക്കുന്നുണ്ടെന്ന് യാതൊരു എനിക്ക് ഇന്ന് വരെ അതൊരു മോശമായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ പാമ്പിനെ ആരാധിക്കുന്ന ആളാണ്. ഈ ഭൂമിയെ താങ്ങി നിർത്തുന്നത് സർപ്പമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അനന്തൻ്റെ ഇതിലാണ് ഭൂമി നിൽക്കണതെന്നാണ്. നിതിൻ രാജ് എന്ന് പറഞ്ഞ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് ജാതീയമായ അധിക്ഷേപങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളൊരു ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു കാഴ്ചപ്പാട്, ടീച്ചറിൻ്റെ രീതിയിലുള്ള കാഴ്ചപ്പാടെന്നാണ്. അതാണ് സത്യമെങ്കിൽ കേരളം എന്താ വളർന്ന്, എങ്ങട്ടാ വളർന്ന കേരളം? ഇത് ഉത്തരേന്ത്യ അല്ല എന്നാണല്ലോ പറയണത് അല്ലേ. അപ്പോൾ ജാതീയമായത് അവിടെ മാറ്റി വയ്ക്കുക. കാരണം ഈ റാം എന്ന് പറയുന്നതും മുന്തിയ ജാതിയൊന്നുമല്ല. അദ്ദേഹം കോടതിയിൽ തന്നെ തൻ്റെ ജാമ്യാപേക്ഷയിൽ കൊടുത്തിട്ടുണ്ട്. താനും പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടതാണ് എന്നുള്ളത് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. പക്ഷേ കുട്ടികളെ ഹരാസ് ചെയ്തിട്ടുണ്ട്, കുട്ടികളെ ഏറെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥി സംഘടനകൾക്ക് ഏറെ സ്വാധീനമുള്ള കേരളം, എല്ലാവരുടെ അവകാശങ്ങളെപ്പറ്റി ഏറെ ബോധവൽക്കരണമുള്ള കേരളം, ആ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ഇത്തരത്തിൽ തുടർച്ചയായ ഹറാസ്മെൻറ്റ് നടന്നിട്ട് ഈ കുട്ടികൾക്ക് ഒരു CPM കാരനെ പോലും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരു SFIയുടെ യൂണിറ്റ് അവിടെ ഈ കുട്ടി മരിച്ചതിന് ശേഷമല്ലേ ഉണ്ടായത്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ എന്താണ്? ഈ കേരളത്തിലുണ്ട് എന്ന് പറയുന്ന പ്രബുദ്ധത എന്താ? കേരളം വളർന്നു എന്ന് പറയുന്നത് ഏത് അർത്ഥത്തിലാണ് കേരളം വളർന്നത്? വളർന്നു എന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലാണ്, ദൂരെ ഒന്നുമല്ല. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം വെറും കാപട്യമാണ് എന്ന് കാണിക്കുന്നു. കേരളം നേടിയതെല്ലാം പൊള്ളയായ വളർച്ചയാണ് എന്ന് കാണിക്കുന്നു നിതിൻ രാജിൻ്റെ ഭരണം. അത് ജാതിയാണെങ്കിലും അതല്ല വിദ്യാർത്ഥികളോടുള്ള ഹരാസ്മെൻ്റ് ആണെങ്കിലും എല്ലാം കേരളം ഇതുവരെ നേടിയതെല്ലാം പൊള്ളയാണ് എന്ന് ഈ ഒറ്റ ആത്മഹത്യയിലൂടെ നമ്മൾ കണ്ടു. മാത്രമല്ല അതിൻ്റെ മാനേജ്മെൻ്റ് ആരാ നിശ്ചയമില്ല, കണ്ടോരില്ല, മാനേജരെ കണ്ടോരില്ല. ഈ ഭൂമി അത്രയും മിച്ചഭൂമിയാണ്. ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലാണ്. ഭൂമി അത്രയും മിച്ചഭൂമി, സർക്കാർ ഭൂമിയാണ് കയ്യേറിയിട്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇതിന് മറ്റൊന്ന്, ഇത് ഇവിടെ അടുത്താണ് വാണിയംകുളം PK ദാസ് മെഡിക്കൽ കോളേജ്. അതിലൊരു കുട്ടി ആത്മഹത്യ ഉണ്ടായി, ജിഷ്ണു പ്രണോയ്. കുറച്ച് വർഷങ്ങളായി, നമ്മൾ മറന്നു പോയിട്ടില്ല, മുഖ്യമന്ത്രിയെ കണി കണ്ട കുട്ടിയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത്. ആ കുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ ആ കോളേജിൻ്റെ ഉടമസ്ഥൻ കൃഷ്ണദാസ്, അദ്ദേഹത്തിനെതിരെ കേസ് പോയി. അദ്ദേഹത്തിന് 1 വർഷക്കാലം സ്വന്തം സ്ഥാപനത്തിലേക്കോ വീട്ടിലേക്കോ വരാൻ പറ്റാതെ മുടക്കി അദ്ദേഹത്തിന് നിയമപരമായിട്ട്. പിന്നീട് കേസ് അദ്ദേഹത്തെ വെറുതെ വിട്ടു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീടുകളിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾ മാർച്ച് നടത്തി, ബഹളമായി, കേസായി. 1 കൊല്ലക്കാലമാണ് അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിച്ചത്. സ്വന്തം സ്ഥാപനത്തിൽ കയറാൻ പാടില്ലായിരുന്നു, സ്വന്തം വീട്ടിലും വരാം. കാരണം വീടും പാലക്കാട് ജില്ലയിലാണ്. അദ്ദേഹത്തിന് ഇങ്ങോട്ട് കിടക്കാൻ പാടില്ല എന്ന് കോടതി വിധിച്ചു. പിന്നീട് നിരപരാധി എന്ന് വിധിച്ചാലും ഈ കുടിച്ച കണ്ണീരും ഈ അനുഭവിച്ചതൊക്കെ വരുന്നത് ഇത്തരം ഒരു വേട്ടയാടൽ എന്തേ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നടക്കാത്തത്? അപ്പോൾ ചിലർക്ക് പ്രത്യേക അവകാശങ്ങളുണ്ട് എന്ന് തോന്നുന്നു.
അല്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണ്, അദ്ദേഹമാണ് കേരള മുഖ്യമന്ത്രി, അദ്ദേഹം തന്നെയാണ് ആഭ്യന്തരമന്ത്രി. പ്രതികളെ ആരും ഇതുവരെ പിടിച്ചിട്ടില്ല. അതെ 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 ഒരു ലോൺ ആപ്പിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ആ കുട്ടിയുടെ മരണത്തെ ചുരുക്കാനായിട്ട് ശ്രമങ്ങൾ നടക്കുന്നു. എല്ലാ മാധ്യമങ്ങളും കൃത്യമായി ഒരേ സമയത്ത് തന്നെ ഇതാണ് പ്രശ്നം എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നു. അപ്പോൾ ഇതിലൊരു രാഷ്ട്രീയ മുഖം കൂടി ഈ വിഷയത്തിലുണ്ടെന്ന് കരുതണം. ഞാൻ പറഞ്ഞ പിന്നെ ലോണാപ്പും അത്ര നിസ്സാര വിഷയമല്ല, വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയമാണ്. കാരണം കേരളം പോലൊരു സ്ഥലത്ത് പ്രത്യേകിച്ചും കാരണം ഇങ്ങനെ കുട്ടികൾ പോലും സ്വന്തമായി ഒരു വാട്സാപ്പിലൂടെ ലോണ് കിട്ടുന്ന ഒരവസ്ഥ. അതിനുശേഷം അവർ ഇതുവരെ വേറൊരു കുട്ടിയും മിസ്സിംഗ് ആയി, നമുക്ക് ഇതിന് ശേഷം ഒരു കുട്ടി മിസ്സിംഗ് ആയി. അപ്പോൾ ഇത് ധാരാളം പേരെ വളഞ്ഞു പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ലോൺ ആപ്പ് അത്ര നിസ്സാരമാണ് എന്ന് വിചാരിക്കാൻ വയ്യ. അതിനെ പൂട്ടണം. അതിനെ എവിടെ നിന്നാണോ, കേന്ദ്ര ഗവൺമെൻറ് ആണോ അതിന് ചെയ്യേണ്ടത്, കേന്ദ്ര ഗവൺമെൻറ്. ഇവിടെയാണത് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഗൗരവത്തിലെടുക്കണം. ലോൺ ആപ്പ് അത്ര നിസ്സാരമാണ് എന്ന് നമ്മൾ പറഞ്ഞുകൂടാ, അത് ഗൗരവത്തിലെടുക്കണം. ഇനി ഒരു കുട്ടിയും അതിൻ്റെ ഇരയായിട്ട്, കുട്ടിയോ മുതിർന്നവരോ ആരും ഇനി അതിൻ്റെ ഇരയായിട്ട് മാറരുത്. അപ്പോൾ അത് നമ്മൾ ചിന്തിക്കണം. അത്തരം ചില ബോധവൽക്കരണമൊക്കെ സമാജത്തിന് കൊടുത്തേ മതിയാകുള്ളൂ. അപ്പോൾ ആ ലോൺ ആപ്പിന് അപ്പുറത്തേക്കുള്ള വിഷയങ്ങളെല്ലാം നമ്മൾ ഇതിലൊതുക്കി, മാനേജ്മെൻറ്റിൻ്റെ വിഷയമാണെങ്കിലും അധ്യാപകരുടെ വിദ്യാർത്ഥികളോടുള്ള സമീപനത്തിൻ്റെ വിഷയമാണെങ്കിലും ഭൂമിയുടെ വിഷയമാണെങ്കിലും എല്ലാം ഒരു ലോൺ ആപ്പിൽ കെട്ടിത്തൂക്കാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത്. കാരണം ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ പാർട്ടി തീരുമാനിക്കുന്നു ഏതറ്റം വരെ ചർച്ച പോകാം, അവിടെ വരെ ചർച്ച പോയിട്ടുള്ളൂ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിലത് ഇപ്പോൾ അവർ സർക്കാരിന് ഇത് വെറും ലോണിൽ കൊടുക്കണം, ചില ആളുകൾക്ക് ഇത് വെറും ജാതിയിൽ കൊടുക്കണം. അതിൻ്റെ ഇടയിൽ എവിടെയോ സത്യം മിസ്സായി പോകുന്നു. അതാണ് സത്യം. ഈ ടീച്ചർ കണ്ടോന്നറിയില്ല, ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ സിനിമയുണ്ട് മോഹിനിയാട്ടം എന്ന് പറഞ്ഞ്. ആ സിനിമയിൽ പറയണ അമ്പലങ്ങൾ, അതായത് അവരുടെ ഒരു 2 സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ പണം വെളുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഭണ്ണാരം കിട്ടുകയും തുടർന്ന് അമ്പലം ആയി മാറുകയും ചെയ്യുന്ന ഒരു കഥയൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ സിനിമയിൽ കാണിക്കുമ്പോൾ എന്താണ് തോന്നുന്നത് അതിനെക്കുറിച്ച്? പുച്ഛം തോന്നുന്നു. കേരളത്തിൽ കൂണ് പോലെ പൊട്ടിമുളയ്ക്കുന്ന ഇതര മത ആരാധനാലയങ്ങൾ, പണം വെളുപ്പിക്കൽ, കള്ളക്കടത്ത്, ഇതൊന്നും ചർച്ച ചെയ്യാനുള്ള നട്ടെല്ലില്ലായ്മയാണ് ക്ഷേത്രത്തിൻ്റെ പുറകെ വരുന്നത്. ഓരോ ക്ഷേത്രം എങ്ങനെയാണ് ഉണ്ടാവണം എന്നുള്ളത് ആ നാട്ടുകാർക്കറിയാം. തുറന്നിട്ടും ഇവിടെ ഞങ്ങൾ പ്രസിദ്ധമായൊരു തളിയാണ് ഇവിടെ. 45 കൊല്ലമാണ് ഞങ്ങൾ ജീർണോദ്ധാരണത്തിനെടുത്തത്. 45 കൊല്ലം പൈസയുടെ മാത്രം ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ മറ്റേ കമ്പിയും മെറ്റലും എല്ലാം അടിച്ചിട്ട് കൂലി കൊടുക്കാനില്ലാണ്ട് വീണ്ടും വർഷങ്ങൾ ഇട്ടിട്ടുണ്ട്. കാരണം വലിയൊരു ക്ഷേത്രമാണ്. അങ്ങനെയാണ് ഓരോ ക്ഷേത്രവും ഉയർന്നത്. പലരുടെയും പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയൊക്കെ ഭാര്യയുടെ കെട്ടുതാലി അല്ലെങ്കിൽ പെരയുടെ ആധാരമോ പണയത്തിലാവും അമ്പലം പണി കഴിയുമ്പോഴേക്കും. ആ വാസ്തവം അറിയുന്നവരുടെ മുന്നിലല്ലേ ഇത്തരം സിനിമയും കൊണ്ട് വരുന്നത്. അപ്പോൾ മറ്റൊന്ന് തൊടാനുള്ള നട്ടെല്ലില്ലായ്മയാണ് കാണുന്നത്. യാഥാർത്ഥ്യത്തിലേക്ക് പോകാനുള്ള നട്ടെല്ലില്ല അവർക്ക്. അതാണ് സത്യം. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ സിനിമകൾ വരുമ്പോൾ സെൻസർ ബോർഡുകൾ ചില സിനിമകൾ എതിർക്കാറുണ്ട്. പക്ഷേ ഈ സിനിമകളേക്കും ലഘൂകരിച്ചിട്ട് വേണ്ട വിട്ടുകളയാം. അതെ, ചിലത് തൊട്ടാ വലുതാവുള്ളൂ. ഇപ്പോൾ ഈ മോഹിനിയാട്ടം ഞാൻ എപ്പോഴാണ് കേൾക്കണം കേട്ടോ, സത്യം പറഞ്ഞാൽ എൻ്റെ ശ്രദ്ധയിലൊന്നും പെട്ടിട്ടില്ല അതൊന്നും. ഞാൻ പൊതുവെ അങ്ങനെ സിനിമ കാണുന്ന ആളല്ലാത്തതുകൊണ്ടാവാമെന്ന് എനിക്ക് തോന്നുന്നു. വിവാദങ്ങൾ വലുതാക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചിലതൊക്കെ അവഗണിച്ച് പോവുക തന്നെയാണ് നല്ലത്. ഇപ്പോൾ ഞാൻ ആദ്യം ചോദിച്ച വിഷയത്തിലേക്ക് BJPക്ക് ഇവിടെ വലിയ സാധ്യതകൾ ഇത്തവണത്തെ ഇലക്ഷനിൽ വരും എന്ന് പറയുന്നു. അപ്പോൾ അതിനെങ്ങനെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? അത് ഞാൻ പറഞ്ഞു, ഞാനൊരു രാഷ്ട്രീയത്തിൽ അറിയുന്ന ആളെയല്ല. പക്ഷേ കേരളത്തിലെ ഈ 2 മുന്നണികൾക്കിടയിൽ കിടന്ന് കേരളം വീർപ്പ് മുട്ടുന്ന അവസ്ഥയ്ക്കൊരു മാറ്റം വരണം. അവർ A ടീമും B ടീമും മാത്രം. കേരളത്തിൻ്റെ അതിർത്തികൾ വിട്ടാൽ വാളയാർ ചുരം കടന്നാൽ അവർ ഒറ്റക്കെട്ട ഇന്ത്യ മുന്നണിയാണ്. ആ ഇന്ത്യ മുന്നണി തന്നെയാണ് അവർ പിടി. മറ്റാരും വരാതിരിക്കാനുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മത്സരമാണ് ഇവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞ 2 ടൈമായിട്ട് എനിക്കൊക്കെ തോന്നിയൊരു സംശയം, ഈ അഡ്ജസ്റ്റ്മെൻറ്റ് വളരെ സജീവമാണ്. കാരണം അസംബ്ലി ഇടതുപക്ഷത്തിന് കൊടുക്കുകയും പാർലമെൻറ്റ് കോൺഗ്രസ്സിന് കൊടുക്കുകയും ചെയ്യുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അവർ തമ്മിലുണ്ട്. ഈ പ്രാവശ്യത്തെ റിസൾട്ടൂടെ കണ്ടാൽ നമുക്കത് ഏറെക്കുറെ ബോധ്യപ്പെടാം. ഇതായിരുന്നു ബംഗാളിലുണ്ടായിരുന്നത്. ബംഗാളിൽ ദീർഘകാലം CPM ബംഗാൾ ഭരിച്ചു. പക്ഷേ ഈ ബംഗാൾ ഭരിക്കുമ്പോൾ ഒന്നും പാർലമെൻറ്റിലേക്ക് അവർക്ക് വേണ്ട സീറ്റ് കിട്ടില്ല. മുഴുവൻ സീറ്റും എന്ന് പറഞ്ഞ പോലെ ഏറെക്കുറെ കൊണ്ടുപോവുക അവിടെ കോൺഗ്രസ്സാണ്. അപ്പോൾ അതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു. പാർലമെൻറ്റിലേക്ക് നിങ്ങൾ പോവുക, അസംബ്ലി ഞങ്ങൾ എടുക്കുക. അതേ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ ഉണ്ടോ എന്ന് ഞാനൊക്കെ വളരെ ന്യായമായി സംശയിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധി കൂടി വന്നാൽ നമുക്കത് ഉറപ്പിക്കാം. പിണറായിക്ക് ഒരു 3-ാം ഊഴം കിട്ടുകയാണെങ്കിൽ ഉറപ്പിക്കാം അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് എന്ന്. ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ വരുവാണെങ്കിൽ തന്നെ കോൺഗ്രസിന് മുഖ്യമന്ത്രിമാരുടെ എണ്ണത്തിൽ തന്നെ ചർച്ചകളാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തല വരുന്നു, KC വേണുഗോപാൽ വരുന്നു. അതല്ല 14 ജില്ലയ്ക്ക് 14 മുഖ്യമന്ത്രി വേണ്ടിയൊരു നിശ്ചയമില്ല. 14 ജില്ലയ്ക്ക്. കാരണം അപ്പുറത്ത് ലീഗ് പറയുന്നു ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആയാലും കുഴപ്പം, മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി ആയാലും കുഴപ്പമില്ല. അപ്പോൾ ചുരുങ്ങിയത് 14 ജില്ലയ്ക്ക് 14 മുഖ്യമന്ത്രി വേണ്ട ഒരു ദുരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോണത്. അപ്പോൾ ഒന്ന് മാത്രമല്ല, UDF അധികാരത്തിൽ വരണത് ഇവിടുത്തെ മതപരമായ ചില
സമവാക്യങ്ങളെ തെറ്റിക്കുമോ എന്ന് ന്യായമായും ഭയക്കുന്നു. കാരണം അങ്ങനെയാണ് ഇപ്പോഴുള്ള അവകാശവാദങ്ങളൊക്കെ പോണത്. അപ്പോൾ അത് പല സമവാക്യങ്ങളെയും അട്ടിമറിച്ചുകൊണ്ടായിരിക്കാം അത് മുന്നോട്ട് പോവുക എന്ന് അവർ തന്നെ ഭയപ്പെടുത്തുന്നു. എന്താണ് അങ്ങനെ ഒരു തോന്നാനുള്ളത്? അങ്ങനെ തോന്നുന്നത് അങ്ങനെയാണ്. കാരണം ഇപ്പോൾ പറയുന്നു, പിന്നെ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രസ്താവന കണ്ടു, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ വെക്കുമ്പോൾ UDF ഒറ്റയ്ക്ക് വെക്കരുത്, കൂടിയാലോചിക്കണം. അതിൻ്റെ അർത്ഥം എന്താ? ഒരു കോൺഗ്രസ് മന്ത്രിക്ക് പ്രൈവറ്റ് സെക്രട്ടറിയെ വെക്കണമെങ്കിൽ ലീഗിൻ്റെ അനുവാദം വേണം. ലീഗിൻ്റെ മന്ത്രിമാരെന്നല്ല പറഞ്ഞത്, UDF മന്ത്രിമാർ. നമുക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നായിട്ടില്ല. ഭൂരിപക്ഷം കിട്ടുമെന്നാവണേൻ്റെ പറഞ്ഞാൽ ലീഗ് അറിയാതെ പേഴ്സണൽ സ്റ്റാഫിനെ വെക്കരുത്. അപ്പോൾ ആ കാര്യങ്ങളിൽ വരെ നിയന്ത്രണം പാണക്കാടായിരിക്കും എന്നുള്ള സൂചനയാണ് ആ തരുന്നത്. അത് കേരളത്തിൻ്റെ ചില സമവാക്യങ്ങൾ അട്ടിമറിക്കും എന്നുള്ളത്. ആ ഭാവത്തോടു കൂടിയാണ് കോൺഗ്രസ് പോകാൻ പോകുന്നതെങ്കിൽ കേരളത്തിലെ മതേതരത്വത്തിൻ്റെ അവസാനമായിരിക്കും എന്ന് പറയാതിരിക്കാം. ഇപ്പോൾ BJP അല്ലെങ്കിൽ NDA സഖ്യത്തിന് വളരെ സീറ്റ് കിട്ടുകയോ അല്ലെങ്കിൽ ഒരു 3-4 ടൈം കഴിയുമ്പോഴത്തേനും കേരളം ഭരിക്കുന്ന രീതിയിലേക്ക് വന്നാൽ വർഗീയത കേരളത്തിൽ വർദ്ധിക്കും. ഹിന്ദു അനുഭാവമുള്ള NDA സഖ്യത്തിനാണ് വർഗീയത കൂടുതലുള്ളതെന്നാണ് പൊതുവെ പറയുന്നത്. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഇന്ത്യ 12 വർഷമായല്ലോ NDA ഭരിക്കുന്നു, അല്ലേ? ഏതെങ്കിലും ആനുകൂല്യം മുസ്ലിമിന് നിഷേധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ആനുകൂല്യം മുസ്ലിമിന് നിഷേധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ഹിന്ദുക്കൾക്കുള്ളതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അവരുടെ ചില ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക, അവരുടെ സ്ത്രീകൾക്ക് വേണ്ടി മുത്തലാഖ് നിരോധിച്ചു എന്നുള്ളത് സത്യമാണ്, അല്ലേ? പൊതുവായി നമ്മൾ ഭരണഘടനയിൽ വിഭാവനം ചെയ്യുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതല്ലാതെ ഭരണം കൊണ്ട് എവിടെയാണ് അവർക്ക് അവരുടെ ആരാധനാലയങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടോ? നിയമപരമായി നിൽക്കുന്ന ഒരു ആരാധനാലയത്തിൻ്റെ ഒരു തടസ്സമില്ലല്ലോ. അതെല്ലാം വളർത്താനോ 5 നേരം ആരാധന നടത്താനോ ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. നിയമലംഘനം അനുവദിക്കില്ല. അത് ഹിന്ദുവിനും പറ്റില്ല, മുസ്ലിമിനും പറ്റില്ല, ക്രിസ്ത്യാനിക്കും പറ്റില്ല. കയ്യേറിയത് അമ്പലമാണെങ്കിലും പൊളിക്കുന്നുണ്ട്. റോഡ് വികസനത്തിന് അമ്പലം പൊളിക്കണമെന്നുണ്ടെങ്കിൽ അമ്പലം പൊളിക്കുന്നുണ്ട്. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും കാണിക്കില്ല. അത്തരം ഒരു ബുദ്ധനല്ലാതെ മറ്റൊന്നും അവിടെ മുസ്ലിമിനെ എന്ന് പറഞ്ഞൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്ക് എന്ന് പറഞ്ഞൊരു ബുദ്ധിമുട്ട്. ക്രിസ്ത്യാനിക്ക് ആരാധന നടത്താം, ക്രിസ്ത്യാനിയായി ജീവിക്കാം. എല്ലാവരും ക്രിസ്ത്യാനിയാക്കണം എന്ന് പറഞ്ഞാൽ അത് ഭരണഘടനയുടെ താല്പര്യമല്ല. അവിടെ ചിലപ്പോൾ നിയമം എടുത്ത് പ്രയോഗിച്ചു എന്ന് വരും. അതിൽ കൂടുതൽ എന്താണ് സംഭവിക്കുക? ഇപ്പോൾ ഇത്തവണത്തെ ഇലക്ഷനിൽ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ, ഇപ്പോൾ ബിഗ് ബോസ് താരങ്ങൾ അല്ലെങ്കിൽ മറ്റ് സിനിമാ താരങ്ങളൊക്കെ NDAയുടെ ഭാഗമായിട്ട് വന്നിരുന്നു. അത്തരത്തിലുള്ള ഒരു മാറ്റം NDAക്ക് കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? അതോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പൊതുപ്രവർത്തനം നടത്തുന്ന വ്യക്തികളിൽ നിന്ന് മാറി സിനിമാ മേഖലയിലുള്ളവരും ബിഗ് ബോസ് താരങ്ങളൊക്കെ വരുമ്പോൾ എന്താണ് ഗുണം? രാഷ്ട്രീയത്തിൽ ഭർത്താവ് മരിച്ച ഭാര്യ നിർത്തുക, അല്ലേ? 2 കൂട്ടരും മരിച്ച മകനെ നിർത്തുക. അവരൊന്നും രാഷ്ട്രീയ പാരമ്പര്യം എന്തിനു പറയുന്നത്? ഇന്ത്യൻ രാഷ്ട്രീയം എന്താണെന്നറിയാത്ത രാജീവ് ഗാന്ധിനെ, വിമാനം പറത്തി നടന്നിരുന്ന രാജീവ് ഗാന്ധിനെ ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ കൊണ്ടുവന്ന് രാഖി രാമാനം പ്രധാനമന്ത്രിയാക്കിയില്ലേ? അതെന്താ പൈലറ്റുമാരാണോ പ്രധാനമന്ത്രിയാവേണ്ടത്? എന്നാൽ രാജീവ് ഗാന്ധിക്ക് രാഷ്ട്രീയം അറിഞ്ഞില്ലേ? പിന്നെ ഇല്ലേ? രാജീവ് ഗാന്ധി മരിച്ചപ്പോൾ എന്തായിരുന്നു അവരുടെ താല്പര്യം? സോണിയാഗാന്ധി ആക്കണം എന്നായിരുന്നു. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പച്ചമരുന്നാണോ അങ്ങാടി മരുന്നാണോ എന്ന് സോണിയയ്ക്ക് അന്നും അറിയില്ല, എന്നും അറിയില്ല. എഴുതി കൊടുത്തത് വായിക്കാനല്ലാതെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ പറ്റിയോ ഇന്ത്യയെ പറ്റിയോ ചുക്കും ചുണ്ണാമ്പും അയമയ്ക്കറിയില്ല. അയമയെ പ്രധാനമന്ത്രിയാക്കണം എന്നല്ലേ പറയുന്നത്? അവരാണോ പറയുന്നത്? സെലിബ്രിറ്റീസ് ആണോ വരുന്നത്? അല്ലെങ്കിൽ സിനിമ? അവർക്ക് നാളെ രാഷ്ട്രീയം അറിയില്ല എന്ന് ആരാ പറയുന്നത്? MGRും ജയലളിതയും ഒക്കെ സിനിമാ രംഗത്ത് നിന്ന് നാട് ഭരിച്ച് NTR ഒക്കെ ഭരിച്ച നാട്ടിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അവരൊരു പക്ഷെ നല്ല രാഷ്ട്രീയക്കാരാകുമായിരിക്കാം, നാളെ നമുക്ക് നിഷേധിക്കാൻ കഴിയും. അപ്പോൾ പൈലറ്റിനാകാമെങ്കിൽ സിനിമാക്കാർക്കും ആകാം. അതോടൊപ്പം തന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരെ എല്ലാം BJP അല്ലെങ്കിൽ NDA സംഘം വില കൊടുത്ത് വാങ്ങിയതാണ്. 5 കോടി രൂപ കൊടുത്ത് വേണ്ടിച്ചാണ്, 2 കോടി രൂപ കൊടുത്ത്. അങ്ങനെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം NDAക്ക് ഉണ്ടോ? അപ്പോൾ ഈ കേരളം അത്ര മോശമാണ്? ആളുകളെ പൈസ കൊടുത്താൽ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റുന്ന അവസ്ഥയുള്ളൂ കേരളത്തിൽ എന്നാണ് പറയണത്. ഇതാണ് നമ്മുടെ രാഷ്ട്രീയ പ്രബുദ്ധത. അത് അവരെയാണ് അപമാനിക്കുന്നത്, അത് നിന്ന ആളുകളെയാണ്. അപ്പോൾ അത് അവർ പറയുന്നത് ഒരു പക്ഷെ അവരുടെ അനുഭവത്തിൽ നിന്നാകാം. അതുപോലുള്ള അവർ പൈസ കൊടുത്തിട്ടായിരിക്കാം ചിലപ്പോൾ പലരെയും നിർത്തുക. അങ്ങനെയല്ല ഞാൻ കേൾക്കണത്, സ്ഥാനാർത്ഥികൾ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണ് ആവണത് എന്നാണ്. കേരളത്തിൽ പലരും പറഞ്ഞ സ്ഥാനാർത്ഥിയാകാൻ അങ്ങോട്ട് പൈസ കൊടുത്തു എന്നുള്ളതാണ് പലരും പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാടിനാണ് മോശം. മറ്റതൊക്കെ അവരുടെ അഭ്യന്തരകാരിയാണ്. അവർ തീരുമാനിച്ചോട്ടെ, കൊടുത്ത ആളും വാങ്ങിയ ആളും കൂടി തീരുമാനിച്ചോട്ടെ. ഏതായാലും കണ്ടുക്കണോ കൊടുത്തിട്ടില്ലല്ലോ പൈസ, അതുകൊണ്ട് അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട എന്നാണ് എനിക്ക് പറയുന്നത്. ഇപ്പോൾ ഗുരുവായൂർ തന്നെ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി പറഞ്ഞത് ഇതുവരെ ഇവിടെ ഒരു ഹിന്ദു ജയിച്ചിട്ടില്ല, മുസ്ലിങ്ങളാണ് മറ്റേ MLA ആയിട്ട് വരുന്നത്, അതിനൊരു മാറ്റം വരണം. അതിനോട് ടീച്ചർക്ക് എന്താണ്? ഞാനത് വർഷങ്ങളായിട്ട് ഉന്നയിച്ചിരുന്നൊരു വാദഗതിയാണ്. കാരണം ഗുരുവായൂർ പോലൊരു മഹാക്ഷേത്രം നിൽക്കുന്നു. അവിടെ എന്തുകൊണ്ട് ജയിക്കേണ്ടത് ജനങ്ങളാണ്, ജയിപ്പിക്കേണ്ടത് ജനങ്ങളാണ്. പക്ഷെ എന്തുകൊണ്ട് 2 മുന്നണികൾ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി നിർത്തുന്നില്ല? ഗുരുവായൂർ പോലൊരു മഹാക്ഷേത്രമുള്ള സ്ഥലമാണുള്ളത് അല്ലേ? പിന്നെ എന്ത് മതേതരത്വം എന്നായി പറയണത്? നമ്മൾ സ്ഥിരമായിട്ട് ഹിന്ദുക്കളെ നിർത്തണം എന്നല്ല പറയണത്. പക്ഷെ ഇടയ്ക്കെങ്കിലും ഒരു ഹിന്ദു സ്ഥാനാർത്ഥി നിർത്താത്തത് എന്തുകൊണ്ട്? പട്ടാമ്പി മണ്ഡലം അത് തന്നെ.
പട്ടാമ്പി മണ്ഡലം അത് തന്നെയാണ്. ഇവിടെ കാലങ്ങളായിട്ട് രണ്ട് മുന്നണിയിൽ നിന്നും മുസ്ലിം കാൻഡിഡേറ്റ്സേ വരുന്നുള്ളൂ, മുസ്ലിങ്ങളെ ജയിക്കുന്നുള്ളൂ. അതെന്താ അങ്ങനെ ഒരു കീഴ്വഴക്കം വരണത് നമുക്ക്? അതൊരു ശരിയല്ലല്ലോ. നമ്മൾ പല സമവാക്യങ്ങളും നോക്കുമ്പോൾ മാറിയും മറിഞ്ഞും വരണ്ടേ? അതിനല്ലേ മതേതരത്വം എന്ന് പറയും. ഹിന്ദുക്കൾക്ക് മാത്രമായിട്ടൊരു മണ്ഡലവും കൊടുക്കണ്ട, പക്ഷെ മാറിയും തിരിഞ്ഞും വരണ്ടേ? അത് ഇതുപോലെ പ്രസിദ്ധമായൊരു ക്ഷേത്രമുള്ള ആ ക്ഷേത്രത്തിൻ്റെ പല കാര്യങ്ങളിലും MLA-ക്ക് അഭിപ്രായം പറയേണ്ടതല്ലേ, ഇടപെടേണ്ടതല്ലേ? അവിടെ അകത്ത് കയറാത്തൊരു MLA സ്ഥിരം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതത്ര ഭൂഷണമാണ്. ഗുരുവായൂർ മണ്ഡലത്തിലെ ഏറ്റവും വരുമാനമുള്ളൊരു സ്ഥലം ഒരു ഇനി ബിസിനസ് സ്ഥാപനമായിട്ട് എടുത്താൽ അത് ഗുരുവായൂരല്ലേ, ഗുരുവായൂർ ക്ഷേത്രമല്ലേ. അപ്പോൾ ഇടയ്ക്കെങ്കിലും അവിടെ കയറുന്നൊരു MLA എന്നുള്ളത് അത്ര മോശമായ ഒരു കാര്യമല്ലല്ലോ. എന്തുകൊണ്ടത് ചിന്തിക്കുന്നില്ല എന്നതിനെപ്പറ്റി ഗോപാലകൃഷ്ണൻജി പറയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളൊക്കെ എല്ലാ പ്രസംഗങ്ങളിലും ഈ ഗുരുവായൂരിൻ്റെ വിഷയം പറയാറുണ്ട്. അത് ഒരു വിഭാഗം വിവാദമാക്കാൻ ശ്രമിച്ചു, അദ്ദേഹത്തിന് അയോഗ്യനാക്കുന്ന വരെ പ്രശ്നങ്ങളുണ്ടാക്കി. ഇപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെയാണ്. പിന്നെന്താ സംശയം? ഞങ്ങളാണ് ഈ വാദഗതി ആദ്യം ഉന്നയിച്ചത്. ഇപ്പം എൻ്റെയൊക്കെ പഴയകാല പ്രസംഗങ്ങളിൽ ഗുരുവായൂർ MLA-മാരുടെ പേരെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ വർഷവും ആരാരെ ഏത് എന്നുള്ള കൃത്യമായി പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് അവരെ അപമാനിക്കാൻ എന്തുകൊണ്ട് ഇതിനിടയിൽ അറിയാതെ പോലും മറ്റൊരാൾ കയറി വരുന്നില്ല എന്ന ചോദ്യം. അതിനവിടെ ഉത്തരം പറഞ്ഞേ മതിയാവുള്ളൂ. ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഇങ്ങനെയുള്ള ഒട്ടേറെ വിഷയങ്ങൾ വരുമ്പോൾ പലപ്പോഴും പണ്ടത്തെ അതായത് ടീച്ചർ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒറ്റയടിക്ക് പറയും വിഷകലയാണ്, അല്ലെങ്കിൽ പാമ്പാണ്, സ്നേക്കാണെന്നൊക്കെ പറയും. ഈ വർഷങ്ങളായിട്ടുള്ള കുറേ കാലങ്ങൾ സൈലൻ്റ് ആയിരുന്നാലും ഇതിനൊരു മാറ്റം വരുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? അല്ല, അത് പറഞ്ഞോട്ടെ, അതെനിക്ക് കിട്ടുന്ന ഒരു ആദരവാണ്. എന്നെ കണക്കിലെടുക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ ചോദിച്ച വിവാദമായ പല വിഷയങ്ങളിലും പലരും പ്രതികരിച്ച് അവസാനമാണ് ഞാൻ പ്രതികരിച്ചത്. പക്ഷേ അതെല്ലാം പറയുന്നത് ഞാൻ പ്രതികരിച്ചു എന്നാണ്. എല്ലാവരും എനിക്കാണ് ഉത്തരം തരുന്നത്, എല്ലാവരും വിഷകലക്കാണ് ഉത്തരം തരുന്നത്. ഈ വിഷയമൊക്കെ ആദ്യം പലരും എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെക്കാളും ഒക്കെ അതിൽ മാർക്കറ്റ് എനിക്കാണല്ലോ, എന്നെയാണല്ലോ ഇവർ ശ്രദ്ധിക്കണത്. പിന്നെ എനിക്ക് സന്തോഷമുള്ളൂ. പിന്നെ പാമ്പ് എന്ന് വിളിക്കുന്നുണ്ടെന്ന് എനിക്ക് ഇന്ന് വരെ അതൊരു മോശമായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ പാമ്പിനെ ആരാധിക്കുന്ന ആളാണ്. ഈ ഭൂമിയെ താങ്ങി നിർത്തുന്നത് സർപ്പമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അനന്തൻ്റെ ഇതിലാണ് ഭൂമി നിൽക്കണതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഭഗവാൻ ശേഷനാഗത്തിൻ്റെ പുറത്താണ് മഹാവിഷ്ണു പള്ളി കൊള്ളണത്, അല്ലേ? പിന്നെയോ നമ്മുടെ കുലം കാക്കാൻ, കുട്ടികളെ കാക്കാൻ നാഗദൈവങ്ങൾക്കാണ് വഴിപാട് കഴിക്കുക. നിത്യേന വിളക്ക് വയ്ക്കണവരാണ്, തുള്ളൽ കഴിക്കണവരാണ്, പാട്ട് നടത്തുന്നവരാണ്, നൂറുംപാലും കഴിക്കണവരാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പാമ്പെന്ന് വിളിച്ചാൽ സന്തോഷമേ ഉള്ളൂ. ഇവിടുത്തെ കുട്ടികളെ കാക്കാൻ, ഇവിടുത്തെ കുലം കാക്കാൻ ഞാനുണ്ടാവും. അതേപോലെ തന്നെ തമ്മ തെറ്റി ഇടയ്ക്കൊന്ന് ചീറ്റണം പണം എടുത്തിട്ട്, സംശയമൊന്നുമില്ല. ഇനി അതും കൊണ്ട് നിർത്തിയില്ലേ കൊത്തോണ്ടോടത്ത് കൊത്തുകയും വേണം. അപ്പം എനിക്ക് പാമ്പെന്ന് വിളിച്ചാൽ ഒരാക്ഷേപമില്ല, സന്തോഷം മാത്രമല്ല. ഇനി പാമ്പെന്നോ ചേമ്പെന്നോ എന്ത് വിളിച്ചാലും ഞാൻ ഈ നിൽക്കണ സ്റ്റാൻഡിൽ നിന്ന് ഒരു പടി പിന്നിലേക്ക് പോവില്ല. എന്നെ അപമാനിച്ച് പുറകോട്ട് പറഞ്ഞയക്കാന്നോ കളിയാക്കി പിന്നോട്ട് പറഞ്ഞയക്കാന്നോ ഇവരാരും ചിന്തിക്കേണ്ട. കാരണം ഒന്നും കൊതിച്ച് ഈ രംഗത്ത് വന്ന ആളല്ല ഞാൻ. എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, നേടാനൊന്നുമില്ല. ആഗ്രഹങ്ങളുണ്ടെങ്കിലല്ലേ, അങ്ങനത്തെ യാതൊരു ആഗ്രഹമില്ല. ഞാൻ ഈ രംഗത്ത് തന്നെ ഉണ്ടാകും. ഒരു പാർലമെൻ്ററി വ്യാമോഹമൊക്കെ ഉണ്ടെങ്കിൽ ശരിയാണ്, അയ്യോ എനിക്ക് വോട്ട് ചെയ്യാൻ, MLA ആവാൻ, MP അങ്ങനെ ഒരു മോഹം എൻ്റെ അടുത്ത് കൂടി പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, ഇങ്ങനെയൊക്കെ തന്നെ ഇതേ രൂപത്തിൽ തന്നെ. ഇപ്പോൾ എനിക്ക് ഏറെ കാലങ്ങളായിട്ട് ചോദിക്കണം എന്ന ആഗ്രഹം തോന്നി. ഇപ്പോൾ ഹിന്ദുത്വത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു ഇഷ്ടം ഏത് കാലത്താണ് തുടങ്ങിയത്, എങ്ങനെയാണ് തുടങ്ങുന്നത്? അത് അങ്ങനെ കൃത്യമായിട്ട് എനിക്ക് പറയാൻ വയ്യ. പക്ഷേ ചെറുതു മുതൽ എൻ്റെ അച്ഛൻ നല്ലൊരു വായനക്കാരനാണ്. മാത്രമല്ല അച്ഛൻ മലപ്പുറം പ്രോപ്പർ മലപ്പുറമാണ് അച്ഛൻ്റെ. മാപ്പിള ലഹളയൊക്കെ അനുഭവിച്ച കുടുംബം. അച്ഛൻ്റെ അമ്മയും അച്ഛൻ്റെ സഹോദരങ്ങളും ഒക്കെ മാപ്പിള ലഹളയുടെ ഇരകളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛൻ ആ ഒരു രാഷ്ട്രീയത്തെപ്പറ്റി നല്ല കാഴ്ചപ്പാടുണ്ട്. ഭാരതത്തിൻ്റെ ഈ ഒരു ഇതിനെപ്പറ്റി കൃത്യമായിട്ട്, ഒരു പക്ഷേ സ്വാതന്ത്ര്യപ്രാപ്തി മുതൽ ഉള്ള, അന്നൊന്നും വലിയ കഥയിൽ പേപ്പറൊന്നും ആദ്യകാലത്ത് വരുന്നില്ല, കിട്ടുന്ന എല്ലാ സാധനങ്ങളും വായിക്കാൻ കിട്ടുന്ന എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അച്ഛൻ, അതാത് കാലത്ത് ഇറങ്ങിയിട്ടുള്ളതല്ല. പിന്നെ അച്ഛന് ജോലിയായി കഴിഞ്ഞപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ പ്രസിദ്ധീകരണങ്ങളും വാങ്ങും. ഇതൊക്കെ വായിക്കും, എടുത്തു വെക്കും. വായിച്ചാൽ ചർച്ച ചെയ്യാൻ ഞാനുമായിട്ടാണ്. ഞാൻ ഒറ്റ കുട്ടിയുള്ളൂ. അപ്പോൾ ഞാനുമായിട്ടാണ് അച്ഛൻ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക. അപ്പോൾ അന്ന് മുതൽ എൻ്റെ ഉള്ളിലൊരു ഔട്ട്ലുക്ക് അതിനെ പറ്റിയിട്ട് ഉണ്ടായിട്ടുണ്ട്. 9ാം ക്ലാസ് മുതൽ ബാലഗോകുലത്തിൽ അംഗമാണ് ഞാൻ. അങ്ങനെ ആ ഒരു ലൈനിലേക്ക് അന്നേ ബാലഗോകുലം തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് അതിനു മുമ്പും ഞാൻ ഇതിനെ പറ്റിയിട്ട്, അടിയന്തരാവസ്ഥയൊക്കെ പറ്റിയിട്ട് അത്യാവശ്യം, കാരണം ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അപ്പോൾ അന്ന് വീടുകളിൽ അച്ഛനെ പറ്റി ചർച്ച ചെയ്യും. വളരെ രഹസ്യമായി സംഘം ഇറക്കിയിരുന്ന ചില ലഘുലേഖകളുണ്ടായിരുന്നു ഈ അടിയന്തരാവസ്ഥ കാലത്ത്. ആ സാധനങ്ങൾ എനിക്കിപ്പോഴും തോന്നുന്നുണ്ട് അച്ഛൻ സോപ്പൊക്കെ പൊതിഞ്ഞിട്ടാണ് കൊണ്ടുവരിക. കാരണം അപ്പോൾ സോപ്പ് പൊതിഞ്ഞ ഈ സാധനം കേടുവരില്ല. എന്നിട്ട് ഇവിടെ കണ്ടാൽ പൊതിഞ്ഞു കൊണ്ടുവരാന്നേ തോന്നുന്നു. സോപ്പൊക്കെ പൊതിഞ്ഞിട്ട് ഈ സാധനം കൊണ്ടുവരും. ഇവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും അത് വായിക്കും. അപ്പോൾ അടിയന്തരാവസ്ഥയിൽ ആ കുരുക്ഷേത്രം ഇറക്കിയിരുന്ന ആ ലഘുലേഖകളിൽ നിന്നൊക്കെ അടിയന്തരാവസ്ഥ അബദ്ധമാണ് എന്നുള്ള കൃത്യമായ ബോധവും അത്തരം ഒരു കാഴ്ചപ്പാടൊക്കെ എനിക്ക് കൃത്യമായിട്ട് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെയാണ് ഞാൻ ബാലഗോകുലത്തിലെത്തി. പിന്നെ അങ്ങനെ ഇതേ വഴികളിലേക്ക് അതാത് പ്രായത്തിന് വേണ്ട സംഘടനകളിൽ അങ്ങനെ യോജിച്ചുകൊണ്ട് പോകുന്നു.
ഇനി ഒരു കാലത്തിലും രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ നിൽക്കാൻ അങ്ങനെ ഒരു ഇല്ല മേഖല? എനിക്ക്, കാരണം ഞാനത് വേണ്ടാന്ന് വെച്ച രംഗാണ്. എനിക്കതിന് പറ്റില്ല. എൻ്റെ വ്യക്തിത്വം രാഷ്ട്രീയത്തിന് പറ്റുന്നതല്ല. അതുകൊണ്ടാണ് എനിക്കതിനുള്ള കഴിവില്ല എന്ന് വേണമെങ്കിൽ പറയാം. രാഷ്ട്രീയത്തിൽ നിൽക്കാനുള്ള കഴിവ് എനിക്കില്ല. അതുകൊണ്ട് ഞാൻ സ്വയം വേണ്ടാന്ന് വെച്ചാൽ എൻ്റെ മേഖല ഇതാണെന്ന് ഞാൻ തിരഞ്ഞെടുത്താണ്. ഞാൻ മത്സരിച്ചിട്ടുണ്ട്, ഒരു പ്രത്യേക ഘട്ടത്തിൽ ഞാൻ മത്സരിച്ചിട്ടുണ്ട്. ഞാൻ പട്ടാമ്പി അസംബ്ലി കാൻഡിഡേറ്റ് ആയിട്ടുണ്ട്. ഞാൻ വേണ്ട, അന്നും ഞാൻ രാഷ്ട്രീയത്തിലില്ല, അതിന് ശേഷം ഞാൻ രാഷ്ട്രീയത്തിലില്ല. എന്നാൽ എനിക്കത് താല്പര്യമുള്ള മേഖലയല്ല. അതുകൊണ്ടാണ്. ഇപ്പോൾ എന്തായാലും ഇലക്ഷൻ്റെ റിസൾട്ട് 4-ാം തീയതിയാണ് വരുന്നത്. 4-ാം തീയതി. എന്നാലും ടീച്ചറുടെ പ്രതീക്ഷയിൽ ജയിക്കും എന്നൊരു ഇല്ല. 90% മുകളിൽ എനിക്ക് സാധ്യത? അങ്ങനെയൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ സാധ്യമല്ല. കാരണം കേരളത്തിൽ അത്തരം പ്രഡിക്ഷൻസ് സാധ്യമല്ല. കേരളത്തിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് വർഗീയത ഇവിടെ പിടിമുറുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ ഇടത് വലത് മുന്നണികളുടെ കൂടെ നിൽക്കുന്ന ന്യൂനപക്ഷങ്ങൾ അവർ രാഷ്ട്രീയമായി വോട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അവർ ചില ലക്ഷ്യങ്ങളോടുകൂടി കൃത്യമായി വോട്ട് ചെയ്യും കുറേ. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് മാത്രമേ ഇവിടുത്തെ വിധി വരൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഈ തുടർഭരണം ഉണ്ടായ ഇടതുപക്ഷ സർക്കാരിന് വർഗീയത ഉണ്ടെന്ന് ടീച്ചർക്ക് തോന്നുന്നുണ്ടോ? അവർ വർഗീയതയെ പ്രീണിപ്പിക്കാൻ, അവർക്ക് വർഗീയതയില്ല, പക്ഷെ അവർ വർഗീയതയെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അവർ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ രംഗത്തെ ഭയക്കുന്നു. ഇവിടെ മൈനോറിറ്റി അപ്പീസ്മെൻ്റ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു തോന്നൽ അവർക്കുണ്ട്. UDF പോലെ അവർക്ക് വർഗീയതയുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അവർ വർഗീയതയെ താലോലിക്കുന്നുണ്ട്. അതുമാത്രം അനാവശ്യമായി ഹിന്ദുക്കളെ, കാരണം അതാണ് മാർക്കറ്റ് എന്നത് കണ്ടുകൊണ്ട് തൊട്ട എല്ലാ വിഷയങ്ങളും അവർ ഹിന്ദുക്കൾക്ക് മേൽ കുതിര കയറാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അത് വേണ്ട കാര്യങ്ങൾക്ക് പോലുമല്ല, നിസ്സാരമായിട്ട് ഒരു സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യാൻ പോയാൽ പോലും, അതായത് കലോത്സവം ഉദ്ഘാടനം ചെയ്യാൻ പോയാൽ പോലും അവിടെ മുഖ്യമന്ത്രി എന്തെങ്കിലും ഒന്ന് ഹൈന്ദവ സംഘടനകൾക്കോ ഹൈന്ദവ സംസ്കാരത്തിനോ എതിരെ പറഞ്ഞിട്ടേ പോലും ഒരു ആവശ്യമില്ല. അവിടെ കലാപരമായൊരു സംഗതി ഉദ്ഘാടനം ചെയ്ത് പോരേ വേണ്ടു. പക്ഷെ അവിടെ പോലും ഇത്തരം ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് പറയും. കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഷംസീർ സ്പീക്കർ ഗണപതി മിത്താണെന്ന് പറഞ്ഞത്. കുട്ടികൾക്ക് പഠന സഹായം കൊടുക്കുന്ന ഒരു വേദിയാണ്. അപ്പോൾ അവർ തൊട്ട എല്ലാ വേദിയിലും ഹിന്ദുക്കളെ നുള്ളി നോവിപ്പിക്കുക എന്നത് ഹിന്ദുക്കളോടുള്ള വിരോധം കൊണ്ടാണ് എന്നെനിക്ക് തോന്നുന്നില്ല, പക്ഷേ മൈനോറിറ്റി വോട്ട് കിട്ടാനുള്ള ഒരു വേലത്തരമാണ്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഒരു ഹിന്ദു ഏകീകരണം കേരളത്തിലുണ്ടാവും എന്ന് തോന്നിയിട്ടുണ്ടോ? രാഷ്ട്രീയമായി അത് ഗുണം ചെയ്യുമോ എന്നറിയില്ല, പക്ഷേ ഹിന്ദു ഏകീകരിക്കപ്പെടുന്നുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ മാറുന്നുണ്ട്, അവരുടെ കാഴ്ചപ്പാട് മാറുന്നുണ്ട്. അത് അവരുടെ ഇതല്ല, മറ്റവരവരെ അങ്ങനെ നിർബന്ധിതരാക്കുന്നു. ഒരുപക്ഷെ ഞങ്ങളുടെ ഒന്നും പ്രവർത്തനം കൊണ്ടല്ല, അതിനേക്കാൾ കൂടുതൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ അത്യുത്സാഹം, ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ അവഗണന, അതുകൊണ്ട് സ്വയം ഹിന്ദു സംഘടിക്കപ്പെടുന്നു. അതാണ് സത്യം. അപ്പോൾ ഇതുപോലെ തന്നെ ശക്തമായിട്ട് മുന്നോട്ട് പോകും. തീർച്ചയായും. എന്തിനാ പിന്നോട്ട് പോകുന്നു? ഇതുപോലെ തന്നെ പോകും.